ഹായ്, ഞാൻ പ്രിയ. എല്ലാവർക്കും മാർബിൾ ഹോംസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് മാർബിൾ ഹോംസ് നിങ്ങളെ പരിചയപ്പെടുത്തുന്ന വീട് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിൽ ആലുവയ്ക്കടുത്ത് കുഞ്ചാട്ടുകര എന്ന് പറയുന്ന സ്ഥലത്താണ്. കുഞ്ചാട്ടുകര ജംഗ്ഷനിൽ നിന്നും, അതായത് മെയിൻ ബസ് റൂട്ടിൽ നിന്നും വെറും 250 മീറ്റർ മാത്രമാണ് ഈ കാണുന്ന വീട്ടിലേക്കുള്ള ദൂരം വരുന്നത്. വെറും വോക്കബിൾ ഡിസ്റ്റൻസ് മാത്രമാണ് വരുന്നത്. നിങ്ങൾ ഓൾറെഡി ഇതിന്റെ എലിവേഷൻ കാര്യങ്ങളൊക്കെ കണ്ടു. തൊട്ടടുത്തൊക്കെ വില്ലകളുള്ള നല്ലൊരു സ്ഥലത്താണ് ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത്. നമുക്ക് വീടിന്റെ ഡീറ്റെയിൽ നോക്കുവാണെങ്കിൽ 3 സെന്റ് 100 ലിങ്സിൽ 1570 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂമോട് കൂടിയിട്ട് ചെയ്തിരിക്കുന്ന മനോഹരമായ വീടിന്റെ വിശേഷങ്ങളാണ് ഇന്ന് മാർബിൾ ഹോംസ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. വീഡിയോയിലേക്കൊക്കെ കൂടുതൽ പോകുന്നതിന് മുമ്പായിട്ട് പറയുകയാണ്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. പ്യുവർലി ഒരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത്. നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, അടുത്തൊക്കെ വീടുകളുണ്ട്. ചില വീടുകളൊക്കെ, 1-2 വീടുകളൊക്കെ അണ്ടർ കൺസ്ട്രക്ഷനിൽ ഇരിക്കുന്നതാണ്. മിക്ക വീടുകളിലും ആളുകൾ താമസമായതാണ്. നല്ലൊരു ലൊക്കാലിറ്റിയാണ്. നമുക്ക് മെയിൻ റോഡിൽ നിന്നും ബസ് റൂട്ടിൽ നിന്നൊക്കെ വരും 250 മീറ്റർ മാത്രമാണ് ദൂരം വരുന്നത്. ഇവിടെ നിന്ന് നമുക്ക് ആലുവ റെയിൽവേ സ്റ്റേഷനിലേക്ക് നോക്കുവാണെങ്കിൽ 6.7 കിലോമീറ്ററും അതേപോലെ ആലുവ മെട്രോ സ്റ്റേഷനിലേക്ക് 7.5 കിലോമീറ്ററും മാത്രമാണ് ദൂരം വരുന്നത്. കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിലേക്ക് നോക്കുവാണെങ്കിൽ 15 കിലോമീറ്ററും ഇൻഫോ പാർക്കിലേക്ക് 12 കിലോമീറ്ററുമാണ് ദൂരം വരുന്നത്. റോഡിന് വളരെ അടുത്താണ്. ഈ കാണുന്ന വില്ലകളുടെ ഫ്രണ്ടിലൂടെ പോകുന്ന റോഡ് നിങ്ങൾ നോക്കിക്കോളൂ. ഇന്റർലോക്കിംഗ് ടൈലാണ് വിരിച്ചിരിക്കുന്നത്. 2 വാഹനങ്ങൾക്ക് കടന്നു പോകാനുള്ള സ്പേസ് ഇട്ടിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തൊക്കെ നിറയെ വീടുകളുമാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. ഇന്ന് നമ്മൾ പരിചയപ്പെടുന്ന വീടിന്റെ മതിലിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. ഭംഗിയായിട്ട് ക്ലാഡിംഗ് സ്റ്റോൺസ് ആണ് മതിലിൽ കൊടുത്തിരിക്കുന്നത്. ലെഫ്റ്റ് സൈഡുള്ള ഭാഗങ്ങളൊക്കെ നോക്കുവാണെങ്കിൽ അവിടെ GA പൈപ്പ് കൊണ്ട് നല്ലൊരു ഗ്രില്ല് പോലൊരു ഭംഗിയുള്ള വർക്ക് ചെയ്തിട്ടുണ്ട്. നമുക്ക് മെയിൻ ആയിട്ടുള്ള ആ ഒരു ഡോർ നോക്കുവാണെങ്കിൽ, ഗേറ്റ് നോക്കുവാണെങ്കിൽ നല്ല ഭംഗിയുള്ള ഡിസൈനിലാണ് മെയിൻ ഗേറ്റ് ചെയ്തിരിക്കുന്നത്. കംപ്ലീറ്റ് ആയിട്ട് ആ സ്ലൈഡ് ചെയ്യാവുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. ആകെ ഒരു സൈഡാണ് ഗേറ്റിനുള്ളത്. ഫുൾ ആയിട്ട് തന്നെ നമുക്ക് സ്ലൈഡ് ചെയ്യാവുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. 2 മെയിൻ പില്ലറുകളിലായിട്ട് 2 ഷോലൈറ്റ് കൊടുത്തിട്ടുണ്ട്. വീട് നല്ല ബോക്സി ഷേപ്പ് ആയിട്ടുള്ള വീടാണെങ്കിലും ലെഫ്റ്റ് സൈഡിൽ മുകൾ ഭാഗത്ത് വന്നൊരു ചെറിയൊരു A ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. അവിടെയൊക്കെ നോക്കിയാൽ കാണാം ചെങ്കലിന്റെ ഡിസൈനുള്ള ടൈലാണ് ഒട്ടിച്ചിരിക്കുന്നത്. മുകളിൽ നമുക്ക് ബാൽക്കണിയുടെ പോർഷൻ ഒക്കെ നോക്കുവാണെങ്കിൽ ജാളി വർക്ക് വരുന്നുണ്ട്. അവിടെയാണെങ്കിലും ആ ഒരു പാനലിംഗ് ആയിട്ട് PVC പാനലിംഗ് ആണ് ചെയ്തിരിക്കുന്നത്. വീട് കംപ്ലീറ്റ് ആയിട്ട് ആവശ്യത്തിന് മാത്രമുള്ള ലൈറ്റ് ഫിറ്റിംഗ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. മെയിൻ ഗേറ്റ് തുറന്ന് നമ്മൾ നേരെ കടന്നു വരുന്നത് ഇവിടുത്തെ പാർക്കിംഗ് സ്പേസിലേക്കാണ്. കവേർഡ് ആയിട്ടുള്ള ഒരു പാർക്കിംഗ് സ്പേസ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. മുറ്റം കംപ്ലീറ്റ് നോക്കുവാണെങ്കിൽ സ്റ്റോൺസ് ആണ് വിരിച്ചിരിക്കുന്നത്. അതിനിടയിൽ നമുക്ക് ഗ്രാസ് വിരിക്കാനുള്ള വർക്കുകൾ മാത്രമാണ് പെയിന്റിംഗ് ഉള്ളത്. കവേർഡ് ആയിട്ടുള്ള ഈ കാർ പോർച്ചിന് അണ്ടറിൽ നമുക്ക് ഒരു വാഹനമാണ് പാർക്ക് ചെയ്യാൻ പറ്റുന്നത്. ഇതിന്റെ പില്ലറുകളൊക്കെ നോക്കിയാൽ ഭംഗിയായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചെങ്കലിന്റെ ഡിസൈൻ വരുന്ന ടൈലാണ് ഒട്ടിച്ചിരിക്കുന്നത്. മുകൾ ഭാഗത്തൊക്കെ ചെറിയ LED ബൾബുകൾ നിറയെ ഇവിടെ ഇട്ടിട്ടുണ്ട്. വീടിനകത്തേക്ക് കയറി കഴിയുന്ന സമയത്ത് നമ്മൾ നേരെ ലെഫ്റ്റ് സൈഡിലേക്ക് നോക്കുവാണെങ്കിൽ 2 വീലേഴ്സ് ഒക്കെ വെക്കാനായിട്ട് നിങ്ങൾക്ക് ഇവിടെ ധാരാളം സ്പേസ് കാണാൻ പറ്റുന്നുണ്ട്. അവിടെ തന്നെയായിട്ടാണ് നമുക്ക് കിണർ വരുന്നത്. നല്ല സ്പേഷ്യസ് ആണ് കിണർ ഇരിക്കുന്ന ആ ഒരു ഏരിയ ഒക്കെ. കിണറിന്റെ താഴെ വരുന്ന ഭാഗത്തൊക്കെ മെറ്റൽ ചിപ്പുകളാണ് വിരിച്ചിരിക്കുന്നത്. ആഴത്തിലുള്ള നല്ലൊരു കിണറാണ്. നമുക്ക് ഡ്രിങ്കിങ് വാട്ടർ നല്ല രീതിയിൽ തന്നെ കിട്ടുന്ന രീതിയിലാണ് ഈ ഒരു കിണർ ആഴത്തിൽ കുഴിച്ചിരിക്കുന്നത്. കാർ പോർച്ചിന്റെ സൈഡിലൂടെയുള്ള ഈ ഒരു വഴി നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് കാണാം, ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ നമ്മുടെ സ്റ്റോൺസ് വിരിച്ചു കഴിഞ്ഞിട്ടുള്ള ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ നല്ല നീറ്റ് ആയിട്ട് ടൈലാണ് വിരിച്ചിരിക്കുന്നത്. നല്ല രീതിയിൽ സെറ്റ് ബാക്ക് കൊടുത്തിട്ട് തന്നെയാണ് വീട് നിർമ്മിച്ചിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തൂടെയൊക്കെ കണ്ടിന്യൂ ചെയ്ത് പോകുമ്പോൾ നല്ല സ്പേഷ്യസ് തന്നെയാണ്. കിച്ചണൊക്കെ കഴിഞ്ഞിട്ട് ബാക്കിയുള്ള സൈഡിലേക്ക് വരുമ്പോൾ നല്ല വൈറ്റ് കളറിലുള്ള പെബിൾസ് ആണ് വിരിച്ചിരിക്കുന്നത്. അതിനിടയിലൊക്കെ നമുക്ക് ഫുഡ് സ്റ്റെപ്പ് വെക്കാനായിട്ട് നോക്കിയാൽ കാണാം, ഓരോ സ്റ്റോൺസും ആണ് ഇട്ടിരിക്കുന്നത്. നമ്മുടെ ഡൈനിങ് സ്പേസിന്റെ ഭാഗത്തൂടെയൊക്കെയാണ് നമ്മളിപ്പോൾ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ബാക്കി വരുന്ന ഭാഗങ്ങളെല്ലാം തന്നെ മെറ്റൽ ചിപ്പുകളാണ് വിരിച്ചിരിക്കുന്നത്. ഈ ഒരു ഏരിയ കണ്ടിന്യൂ ചെയ്ത് നമ്മൾ നേരെ കിണറിന്റെ ഭാഗത്തേക്കാണ് എത്തുന്നത്. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് വീടിന്റെ സിറ്റ് ഔട്ടിലാണ്. നല്ല നീളത്തിലുള്ള സിറ്റ് ഔട്ട് ആണ്. 3-4 ചെയറുകൾ പ്ലേസ് ചെയ്യാനുള്ള സ്പേസ് ആണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. ബ്ലാക്ക് കളറിലുള്ള ഗ്രാനൈറ്റ് ആണ് വിരിച്ചിരിക്കുന്നത്.
മെയിൻ ഡോർ ഈ കാണുന്നതാണ്. കിഴക്കോട്ടാണ് മെയിൻ ഡോറിന്റെ ദർശനം വരുന്നത്. ഈസ്റ്റ് ഫേസിംഗ് ആയിട്ടാണ് മെയിൻ ഡോർ വെച്ചിരിക്കുന്നത്. നമുക്ക് ഇവിടുത്തെ മരങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ തേക്കിലും പ്ലാവിലും ഒക്കെ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. തേക്ക് വുഡാണ് മെയിൻ ഡോറുകളെല്ലാം തന്നെ ചെയ്തിരിക്കുന്നത്. നല്ല ഭംഗിയുള്ള ഡിസൈനിൽ 2 പാളികളായിട്ടാണ് മെയിൻ ഡോർ ചെയ്തിരിക്കുന്നത്. മെയിൻ ഡോർ തുറന്ന് നമ്മൾ നേരെ വരുന്നത് ഇവിടുത്തെ ലിവിംഗ് സ്പേസിലേക്കാണ്. നല്ല ലെങ്ത്തും വിഡ്ത്തും ഒക്കെ ഉള്ള നല്ലൊരു ലിവിംഗ് സ്പേസ് ആണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. ഫ്ലോർ നോക്കുവാണെങ്കിൽ വൈറ്റ് കളറിൽ ചെറിയൊരു ബ്ലാക്ക് ഡിസൈൻ വരുന്ന ടൈലാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. നേരെ കയറി വരുമ്പോൾ നമ്മുടെ ലെഫ്റ്റ് സൈഡിലായിട്ട് നോക്കുവാണെങ്കിൽ നമുക്ക് പെർഗോള മോഡലിലാണ് ഓപ്പണിങ്സ് കൊടുത്തിരിക്കുന്നത്. അതിനകത്തൊക്കെ ഗ്ലാസ് വെച്ചിട്ട് കവർ ചെയ്തിട്ടുണ്ട്. അത് കൂടാതെ ഓരോ ഗ്യാപ്പുകളിലും LED ബൾബുകളാണ് കൊടുത്തിരിക്കുന്നത്. ബാക്കിയുള്ള വിൻഡോസ് 3 ഈ ഭാഗത്താണ് വരുന്നത്. പുറത്തേക്ക് പ്രൊജക്ഷൻ വരുന്ന ഭാഗങ്ങളൊക്കെ മൾട്ടിവുഡ് കൊണ്ട് കവർ ചെയ്തിട്ടുണ്ട്. TV യൂണിറ്റ് വരുന്നത് ഈ ഒരു ഭാഗത്താണ്. നല്ല ഗ്ലോസി ആയിട്ടുള്ള ഒരു ബോർഡാണ് ബാക്ക്ഗ്രൗണ്ടിൽ TV വെക്കാനായിട്ട് കൊടുത്തിരിക്കുന്നത്. സൈഡിൽ നോക്കിയാൽ PVC പാനലിംഗ് ആണ് ചെയ്തിരിക്കുന്നത്. ലെഫ്റ്റ് സൈഡിൽ നമുക്ക് നല്ലൊരു ഷെൽഫ് ഫെസിലിറ്റി കൂടി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് സാധനങ്ങളൊക്കെ വെക്കാനായിട്ട് സൈഡിൽ ഷെൽഫ് ഉണ്ട്. അത് കൂടാതെ താഴെ നമുക്ക് കബോർഡുകളായിട്ട് തിരിച്ച് ഡോറുകളൊക്കെയാണ് ഫിക്സ് ചെയ്തിരിക്കുന്നത്. നേരെ റൂഫിൽ നോക്കുവാണെങ്കിൽ പാനലിംഗ് വർക്കുകളാണ് കൊടുത്തിരിക്കുന്നത്. മിഡിൽ പോർഷനിലായിട്ട് ഫാൻ ഫിറ്റിംഗ് വരുന്നുണ്ട്. ചുറ്റിനും LED സ്ട്രിപ്പുകളും LED ബൾബുകളും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടുത്തെ കേബിളും സ്വിച്ചസ് ഒക്കെ നോക്കുവാണെങ്കിൽ ലെഗ്രാൻഡിലാണ് ചെയ്തിരിക്കുന്നത്. ലിവിംഗ് സ്പേസ് നമ്മൾ കണ്ടു. ഇനി നമ്മൾ നേരെ ഡൈനിങ് സ്പേസിലേക്കാണ് വരുന്നത്. ഡൈനിങ് സ്പേസിലേക്ക് വരുമ്പോൾ നമുക്ക് നല്ലൊരു സ്പേസ് അവിടെ കിട്ടുന്നുണ്ട്. 6 പേരെ അക്കോമഡേറ്റ് ചെയ്യാവുന്ന ഒരു സ്പേസ് ആണ് ഡൈനിങ് ഹാളിൽ നമുക്ക് കിട്ടുന്നത്. ഡൈനിങ് ഹാളിലേക്ക് എൻ്റർ ചെയ്ത് കഴിയുമ്പോൾ ലെഫ്റ്റ് സൈഡിലേക്ക് നോക്കുവാണെങ്കിൽ മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസ് കാണാം. ഹാൻഡ് റെയിൽസ് ഒക്കെ വുഡൻ ബേസ്ഡ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതിനിടയിലൊക്കെ നല്ല രീതിയിൽ അയൺ ബാറുകൾ കൊടുത്ത് സേഫ് ആയിട്ടാണ് കവർ ചെയ്തിരിക്കുന്നത്. സ്റ്റെപ്പ് ഒക്കെ വന്നിട്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് ഗ്രാനൈറ്റ് വിരിച്ചിരിക്കുന്നത്. ഡൈനിങ് ഏരിയയിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് വാഷ് ഏരിയ വരുന്നത് ഈ ഒരു ഭാഗത്താണ്. നമുക്ക് ഇവിടെ വാഷ് ബേസിൻ ഫിറ്റ് ചെയ്യുക അങ്ങനെയുള്ള ചെറിയ ചെറിയ വർക്കുകൾ മാത്രമാണ് പെയിന്റിംഗ് ആയിട്ടുള്ളത്. അതിന് മുകളിൽ ഒരു മിറർ കൊടുത്തിട്ടുണ്ട്. താഴെ ഭാഗത്ത് നോക്കിയാൽ കബോർഡ് ആയിട്ടാണ് തിരിച്ചിരിക്കുന്നത്. സ്റ്റെയർ കേസിന്റെ താഴെ നമുക്ക് നല്ല രീതിയിൽ സ്പേസ് കിട്ടുന്നുണ്ട്. നമുക്ക് അവിടെ കവർ ചെയ്തെടുക്കാവുന്നതാണ്. ഡൈനിങ് ഹാളിന്റെ ഈ ഒരു ഭാഗത്ത് നോക്കുവാണെങ്കിൽ നമുക്ക് ഇവിടെ ഒരു ഡോറും വിൻഡോയും കിട്ടുന്നുണ്ട്. ഈ ഒരു ഡോർ തുറന്നു കഴിഞ്ഞാൽ നമുക്ക് നേരെ പുറത്തേക്ക് ഇറങ്ങാം. പുറത്ത് നമ്മൾ കുറച്ച് മുമ്പ് ആ പെബിൾസ് വിരിച്ചിട്ട് അവിടെയൊക്കെ ഫുഡ് സ്റ്റെപ്പ് വെക്കാനായിട്ട് സ്റ്റോൺസ് ഇട്ടിരിക്കുന്ന ഏരിയ കണ്ടു. അവിടേക്കാണ് ഇറങ്ങുന്നത്. നേരെ നോക്കുമ്പോൾ നമുക്കൊരു പാഷ്യൂ ഏരിയ ആയിട്ട് കൺവേർട്ട് ചെയ്യാവുന്ന സ്പേസ് ആണ്. നമുക്ക് അവിടെ ക്ലാഡിംഗ് സ്റ്റോൺസ് മതിലിൽ വിരിച്ചിരിക്കുന്ന കാണാം. അവിടെ ഒരു ലൈറ്റിന്റെ പോയിന്റും കൊടുത്തിട്ടുണ്ട്. അവിടെ ഭംഗിയായ ഒരു ലൈറ്റ് ഫിറ്റിംഗും കൂടിയാണ് ഇനി നമുക്ക് വരാനുള്ളത്. നമുക്ക് വാട്ടർ ഫൗണ്ടനൊക്കെ ചെയ്യണമെങ്കിലും ആ ഭാഗം നല്ല രീതിയിൽ തന്നെ യൂട്ടിലൈസ് ചെയ്യാവുന്നതാണ്. ഡൈനിങ് സ്പേസിന്റെ റൂഫിൽ നോക്കിയാലും കാണാം പാനലിംഗ് വർക്കുകൾ ചെയ്തിട്ട് ഫാൻ ഫിറ്റിംഗ് കൊടുത്തിട്ടുണ്ട്. അതിനിടയിലൊക്കെ LED സ്ട്രിപ്പുകളാണ്. ചുറ്റിനും വലിയ LED ബൾബുകളുമാണ് കൊടുത്തിരിക്കുന്നത്. എല്ലാ റൂമുകളിലും തന്നെ വെന്റിലേഷൻ ആയിട്ട് എയർ ഹോൾസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നമുക്കിവിടെ താഴെ ഒരു ബെഡ്റൂം ആണ് കിട്ടുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് ഡോറ് വരുന്നത്. നല്ല ഒരു പ്ലെയിൻ ഡിസൈനിൽ ചെറിയൊരു ലൈൻസ് വരുന്ന മോഡലാണ് ഡോറ് സെലക്ട് ചെയ്തിരിക്കുന്നത്. ബെഡ്റൂമിന്റെ സൈസ് നോക്കുവാണെങ്കിൽ 11.5-10 ഫീറ്റിലാണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഇവിടുത്തെ ഫിനിഷിംഗ് വർക്കുകൾ കൂടിയാണ് പെയിന്റിംഗ് ഉള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ടേബിളും ചെയർസും ഒക്കെ ഉള്ളത്. അത് ഇവിടുന്ന് റിമൂവ് ചെയ്യാനുള്ള ഒരു കുറച്ച് വർക്കുകൾ മാത്രമാണ് പെയിന്റിംഗ് ആയിട്ടുള്ളത്. നേരെ വരുമ്പോൾ നമുക്ക് ഇവിടെ 3 വിൻഡോസ് കാണാം. ബാക്കിയുള്ള 2 വിൻഡോസ് ഈ ഭാഗത്താണ്. എല്ലാ വിൻഡോസിന്റെയും പുറത്തേക്കുള്ള പ്രൊജക്ഷൻ ഭാഗങ്ങളൊക്കെ വുഡ് കൊണ്ടാണ് കവർ ചെയ്തിരിക്കുന്നത്. ഈ ഭാഗത്തായിട്ടാണ് നമുക്ക് വാർഡ്രോബുകൾ വരുന്നത്. വൈറ്റ് ആൻഡ് ബ്രൗൺ കളർ കോമ്പിനേഷനിലാണ് മൾട്ടിവുഡിൽ വാർഡ്രോബുകളെല്ലാം ചെയ്തിരിക്കുന്നത്. അതിന്റെ കൂടെ തന്നെ നമുക്ക് ഇവിടെ ഡ്രസ്സിംഗ് ടേബിൾ ഫെസിലിറ്റി കൂടി അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. റൂഫിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ റൂമുകളിലും ഫാൻ ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. മുകളിൽ പാനലിംഗ് വർക്കാണ്. ഒരു സൈഡ് കംപ്ലീറ്റ് ആയിട്ട് PVC പാനലിംഗ് ആണ് ചെയ്തിരിക്കുന്നത്. അതിനിടയിലൊക്കെ സ്പോട്ട് ലൈറ്റുകളും വലിയ LED ബൾബുകളും LED സ്ട്രിപ്പുകളും ഒക്കെ ഇട്ടിട്ടാണ് ചെയ്തിരിക്കുന്നത്. ബെഡ്റൂമിലും പ്രോപ്പർ ആയിട്ട് എയർ ഹോൾസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. ബാത്റൂം തുറന്നു കഴിഞ്ഞാൽ അതിന് ആ ഒരു ഫെസിലിറ്റികളൊക്കെ നിങ്ങൾ നോക്കുവാണെങ്കിൽ ഭംഗിയായിട്ടുള്ള ബ്ലാക്ക് കളറിലാണ് നമുക്ക് ആ ഒരു ടോയ്ലറ്റ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതുകൂടാതെ ഇവിടുത്തെ ടൈലുകൾ നോക്കുവാണെന്നുണ്ടെങ്കിൽ വോളിൽ വൈറ്റ് ആൻഡ് ബ്ലാക്ക് കളർ കോമ്പിനേഷനിലും ഫ്ലോറിലൊക്കെ നല്ല ഭംഗിയുള്ള ടൈലുകളും ഒക്കെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഇവിടുത്തെ ഷവറ് കാര്യങ്ങളൊക്കെ ഓപ്പറേറ്റ് ചെയ്യാനായിട്ട് ആ ഒരു ജാസിന്റെ ആ ഒരു എക്വിപ്മെന്റ് ആണ് ഇവിടെ വെച്ചിരിക്കുന്നത്. നമുക്ക് സ്വിച്ചസ് കാര്യങ്ങളെല്ലാം അതിന്റെ പൈപ്പ് കണക്ഷനും സ്വിച്ചസ് എല്ലാം ഓപ്പറേറ്റ് ചെയ്യുന്ന മോഡലൊക്കെ നോക്കിയാൽ കാണാൻ കുറച്ച് നല്ല അഡ്വാൻസ്ഡ് ആയ മോഡൽ തന്നെയാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഇവിടെ വെറ്റ് ആൻഡ് ഡ്രൈ ഏരിയ സെപ്പറേഷൻ വരുന്ന രീതിയിലാണ് ബാത്റൂം ഫിറ്റിംഗ്സ് എല്ലാം തന്നെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ബെഡ്റൂം കണ്ടതിന് ശേഷം നമ്മൾ വീണ്ടും ഇപ്പൊ ഡൈനിങ് ഹാളിലേക്കാണ് വന്നിരിക്കുന്നത്. ഇത് നമുക്ക് കാണാനുള്ളത് ഇവിടുത്തെ കിച്ചൺ ആണ്.
ഓപ്പൺ കിച്ചൺ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ എല്ലാം നോക്കിയാൽ കാണാം, എൻട്രൻസിലൊക്കെ നമുക്ക് നല്ല രീതിയിൽ മൾട്ടിവുഡ് കൊണ്ട് ഷെൽഫ് ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ക്രോക്കറി ഐറ്റംസ് ഒക്കെ അവിടെ വെക്കാനായിട്ടോ അല്ലെങ്കിൽ പ്ലാന്റ്സ് വെക്കാനൊക്കെ ആയിട്ട് നമുക്ക് ഈ കാണുന്ന ഷെൽഫ് ഏരിയ യൂസ് ചെയ്യാവുന്നതാണ്. കിച്ചണകത്തേക്ക് വരുമ്പോൾ ഫ്ലോർ ടൈലിന് ചെറിയൊരു ചേഞ്ച് വരുന്നുണ്ട്. കുറച്ച് ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു മോഡൽ ടൈലാണ് ഫ്ലോറിൽ വിരിച്ചിരിക്കുന്നത്. കിച്ചൺ അത്യാവശ്യം സൗകര്യത്തിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. 4-5 പേർക്ക് നിന്ന് മാനേജ് ചെയ്യാവുന്ന സ്പേസ് ആണ് കിട്ടുന്നത്. കിച്ചന്റെ അറ്റ്മോസ്ഫിയർ എല്ലാം നോക്കുവാണെങ്കിൽ വൈറ്റ് കളറിൽ ചെറിയൊരു ബ്ലാക്ക് ലൈൻസ് വരുന്ന ടൈലാണ് ചൂസ് ചെയ്തിരിക്കുന്നത്. കിച്ചൺ ക്യാബിനറ്റ്സ് എല്ലാം തന്നെ ലൈറ്റ് ഗ്രീൻ ഷെയ്ഡിലാണ് ചെയ്തിരിക്കുന്നത്. നല്ല രീതിയിൽ സ്റ്റോറേജ് കപ്പാസിറ്റി കിട്ടുന്ന രീതിയിൽ മുകളിൽ 2 ലെയറിലും താഴെ 1 ലെയറിലും ആയിട്ടാണ് കിച്ചൺ ക്യാബിനറ്റ്സ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. കിച്ചന്റെ ടോപ്പ് സ്ലാബ് വന്നിട്ട് വൈറ്റ് കളർ ഗ്രാനൈറ്റിലാണ് ചെയ്തിരിക്കുന്നത്. സിങ്കും പൈപ്പ് കണക്ഷനും നമുക്ക് കാണാം. വിൻഡോസ് നോക്കുവാണെങ്കിൽ ഈ ഒരു ഭാഗത്ത് 3 വിൻഡോസും ഓപ്പോസിറ്റ് സൈഡിൽ 2 വിൻഡോസും ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. റൂഫിൽ നോക്കുവാണെങ്കിൽ നല്ല സ്റ്റൈൽ ആയിട്ട് തന്നെയാണ് കിച്ചൺ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. റൂഫ് പാനലിംഗ് വർക്കുകൾ വരുന്നുണ്ട്, LED സ്ട്രിപ്പുകൾ വരുന്നുണ്ട്. അത് കൂടാതെ 3 നല്ല ഭംഗിയായിട്ടുള്ള ഹാങ്ങിങ് ലൈറ്റ്സ് കൂടിയാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. കിച്ചണിൽ നിന്നുള്ള ഒരു ഡോർ നമുക്ക് കാണാം. അത് തുറന്ന് നമ്മൾ നേരെ പുറത്തേക്കാണ് ഇറങ്ങുന്നത്. ആ സ്പേസ് നമ്മൾ ഓൾറെഡി സ്റ്റാർട്ടിംഗിൽ തന്നെ കണ്ടതാണ്. നമുക്ക് വേണമെങ്കിൽ അവിടെ കവർ ചെയ്ത് വർക്ക് ഏരിയ ആയിട്ട് കൺവേർട്ട് ചെയ്ത് എടുക്കാവുന്നതാണ്. ഇനി നമ്മൾ നേരെ മുകളിലേക്കാണ് പോകുന്നത്. നമ്മൾ മുകളിലേക്കുള്ള സ്റ്റെപ്പുകൾ ഓൾറെഡി കണ്ടതാണ്. നേരെ കയറി ചെല്ലുമ്പോഴുള്ള ആ ഒരു വോൾ നോക്കിയാൽ ലൈറ്റ് ഒരു നേവി ബ്ലൂ ഷെയ്ഡ് ഒരു പെയിന്റ് ആണ് കൊടുത്തിരിക്കുന്നത്. അവിടെ നമുക്ക് മുകളിലായിട്ട് 3 പെർഗോള ഓപ്പണിങ്സ് കാണാം. അതിന്റെ താഴെ ഭംഗിയുള്ള ലൈറ്റുമാണ് കൊടുത്തിരിക്കുന്നത്. അവിടെ നിന്ന് നേരെ റൂഫിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് സ്കൈ ആണ് വിസിബിൾ ആയിട്ടുള്ളത്. അവിടെ ഗ്ലാസിന്റെ വർക്കാണ് ഇനി നമുക്ക് പെയിന്റിംഗ് ആയിട്ടുള്ളത്. പാനലിംഗ് വർക്കുകളും ചുറ്റിനും LED ബൾബുകളും ഒക്കെയാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. സ്റ്റെപ്പ് കയറി പോകുന്ന വഴികളിൽ ഹാൻഡ് റെയിൽസിന് നേരെ ഓപ്പോസിറ്റ് സൈഡ് നോക്കുവാണെങ്കിൽ മറ്റൊരു ഹാൻഡ് റെയിൽസ് കൂടി നമുക്ക് ആ ഒരു ലൈറ്റ് ആയിട്ട് LED സ്ട്രിപ്പുകൾ ഇട്ടിട്ട് തന്നെയാണ് മറ്റൊരു ഹാൻഡ് റെയിൽസ് അവിടെ ചെയ്തിരിക്കുന്നത്. സ്റ്റെപ്പ് കയറി നമ്മൾ ഫസ്റ്റ് ഫ്ലോറിലാണ് വന്നിരിക്കുന്നത്. ഇതിന്റെ ബാക്ക് സൈഡിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം 2 സിംഗിൾ വിൻഡോസ് ആണ് ഈ ഒരു ബോർഡിൽ കൊടുത്തിരിക്കുന്നത്. സ്റ്റെപ്പ് കയറി നമ്മൾ നേരെ വന്ന് നിൽക്കുന്നത് ഒരു ഹാളിലേക്കാണ്. അപ്പർ ലിവിംഗ് ഏരിയ ഇവിടെയാണ്. നമുക്ക് ഇവിടെ വേണമെന്നുണ്ടെങ്കിൽ TV വെക്കാനായിട്ടുള്ള അറേഞ്ച്മെന്റ് ചെയ്യാവുന്നതാണ്. ഈ ഒരു ഹാളിന്റെ നേരെ മുകളിലേക്ക് നോക്കുവാണെങ്കിൽ ഭംഗിയായിട്ടുള്ള വുഡൻ പാനലിംഗ് വർക്കുകൾ ചെയ്തിട്ട് ചുറ്റിനും LED സ്ട്രിപ്പുകളും LED ബൾബുകളും ഒക്കെ കൊടുത്തിട്ടുണ്ട്. മിഡിൽ പോർഷനിലായിട്ട് നല്ല ഭംഗിയുള്ള ഒരു ഷാൻഡിയർ ആണ് ഹാങ് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യത്തിന് സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഹാളാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. ഇവിടെ നമുക്ക് ഫസ്റ്റ് ഡോർ വരുന്നത് യൂട്ടിലിറ്റി സ്പേസിലേക്കുള്ള എൻട്രൻസ് ആണ്. നല്ല വലിയൊരു യൂട്ടിലിറ്റി ഏരിയ തന്നെയാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. വാഷിംഗ് മെഷീൻ വെക്കാനുള്ള അറേഞ്ച്മെന്റ്സ് എല്ലാം തന്നെ ഇവിടെയാണ് കൊടുത്തിരിക്കുന്നത്. മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസ് നിങ്ങൾക്ക് അവിടെ കാണാം. ടെറസ് ഓപ്പൺ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ യൂട്ടിലിറ്റി ഏരിയ കണ്ടു കഴിഞ്ഞ് നമുക്കിനി താഴെ ഒരു ബെഡ്റൂം കണ്ടു. മുകളിൽ 2 ബെഡ്റൂമുകളാണ് കാണാനുള്ളത്. നമുക്കിവിടെ ഫൈനൽ ഫിനിഷിംഗ് ആയിട്ടുള്ള വളരെ കുറച്ച് മൈന്യൂട്ട് ആയിട്ടുള്ള വർക്കുകൾ മാത്രമാണ് പെയിന്റിംഗ് ആയിട്ടുള്ളത്. ഡോറുകൾ പിടിപ്പിക്കുക അങ്ങനെയുള്ള ചെറിയ വർക്കുകൾ മാത്രമാണ്. നമ്മളിപ്പോ കാണാൻ പോകുന്നത് 2ാമത്തെ ബെഡ്റൂം ആണ്. 2ാമത്തെ ബെഡ്റൂമിലേക്ക് നിങ്ങൾ വരുന്ന സമയത്ത് ബെഡ്റൂം സൈസ് നോക്കുവാണെങ്കിൽ 13-10 ഫീറ്റിലാണ് ചെയ്തിരിക്കുന്നത്. നേരെ നോക്കുമ്പോൾ നമുക്ക് 3 വിൻഡോസ് കാണാൻ പറ്റുന്നുണ്ട്. അതിന് മുകളിൽ എയർ ഹോൾ ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. റൂഫിൽ ഭംഗിയായിട്ടുള്ള ഡിസൈനിലാണ് പാനലിംഗ് വർക്കുകളും ലൈറ്റ് ഫിറ്റിംഗ്സ് എല്ലാം തന്നെ ചെയ്തിരിക്കുന്നത്. എല്ലാ റൂമുകളിലും ഹാളുകളിലും എല്ലാം തന്നെ ഇവിടെ നമുക്ക് ഫാൻ ഫെസിലിറ്റി കൂടി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. ഈ ഒരു ഡിസൈനിലാണ് ഡോറ് കൊടുത്തിരിക്കുന്നത്. ബാത്റൂം ടൈലുകൾ നോക്കുവാണെന്നുണ്ടെങ്കിൽ ഒരു വൈറ്റ് ആൻഡ് റെഡിഷ് കളറിലുള്ള കോമ്പിനേഷനിൽ നല്ല ഭംഗിയുള്ള ടൈലുകളാണ് വോളിലും ഫ്ലോറിലും ചെയ്തിരിക്കുന്നത്. നമുക്ക് ഈ ഒരു ബാത്റൂമിലും വെറ്റ് ആൻഡ് ഡ്രൈ ഏരിയ സെപ്പറേഷൻ കൊടുക്കാവുന്ന രീതിയിലാണ് ഫിറ്റിംഗ്സ് എല്ലാം തന്നെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ബെഡ്റൂമിൽ നമ്മൾ നിൽക്കുന്ന സമയത്ത് നമുക്ക് ഇവിടെ നിന്ന് പുറത്തേക്ക് തുറക്കാവുന്ന ഒരു ഡോർ ഉണ്ട്. അത് നമുക്ക് ബാൽക്കണി സ്പേസിലേക്കുള്ള ഓപ്പണിംഗ് ആണ്. ബാൽക്കണിയിൽ നമ്മുടെ വർക്ക് കഴിഞ്ഞ കുറച്ച് സാധനങ്ങളൊക്കെ നമുക്ക് ഇവിടെ പെയിന്റിംഗ് ആയിട്ട് വെച്ചിട്ടുണ്ട്. ഇവിടേക്ക് വരുന്ന സമയത്ത് നിങ്ങൾക്ക് എന്റെ ബാക്കിലുള്ള റൂഫ് ഈ ഒരു വോൾ നോക്കിയാൽ കാണാം, കംപ്ലീറ്റ് ആയിട്ട് ടെക്സ്ചർ വർക്കാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ആയിട്ട് നമുക്കൊരു ജാലി ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. ഹാൻഡ് റെയിൽസ് ഒക്കെ നല്ല ഭംഗിയായിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. റൂഫിൽ കംപ്ലീറ്റ് ആയിട്ട് PVC പാനലിംഗ് ആണ് ചെയ്തിരിക്കുന്നത്. അതിനിടയിൽ സ്പോട്ട് ലൈറ്റുകളുമാണ് കൊടുത്തിരിക്കുന്നത്. 2ാമത്തെ ബെഡ്റൂമും കണ്ടു കഴിഞ്ഞു. ഇനി നമ്മൾ ഫൈനൽ ആൻഡ് തേർഡ് ബെഡ്റൂം ആണ് കാണാൻ പോകുന്നത്. ഡോറിന്റെ ഡിസൈൻ ഇങ്ങനെയാണ്. നമുക്ക് കുറച്ച് പെയിന്റ്സ് കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നതിന് റിമൂവ് ചെയ്യാനുള്ള വർക്കുകളൊക്കെ ചെറുതായിട്ട് പെയിന്റിംഗ് ഉണ്ട്. ഇവിടുത്തെ ബെഡ്റൂം സൈസ് നോക്കുവാണെങ്കിൽ 12-10 ഫീറ്റിലാണ് ചെയ്തിരിക്കുന്നത്. ഈ ഭാഗത്തായിട്ട് 3 വിൻഡോസും ഈ കാണുന്ന വോളിൽ 2 സിംഗിൾ വിൻഡോസും ആണ് കൊടുത്തിരിക്കുന്നത്. ഈ ഭാഗത്തായിട്ടാണ് വാർഡ്രോബ് വരുന്നത്. നമ്മൾ താഴെ കണ്ട സെയിം കളർ കോമ്പിനേഷൻ ആണ്. വൈറ്റ് ആൻഡ് ബ്രൗൺ കളറിലാണ് ചെയ്തിരിക്കുന്നത്. അതിനോടുകൂടി ഡ്രസ്സിംഗ് ടേബിളും അറ്റാച്ച് ചെയ്തിട്ടുണ്ട്.
റൂഫിലാണെന്നുണ്ടെങ്കിലും സിമ്പിൾ ആയിട്ടാണ്, പക്ഷെ ഭംഗിയുള്ള പാനലിംഗ് വർക്കുകൾ വരുന്നുണ്ട്. LED സ്ട്രിപ്പുകളും വലിയ LED ബൾബുകളും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. 3 ബെഡ്റൂമുകളും ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് ബാത്റൂം വരുന്നത്. ഈ ഒരു ബാത്റൂമിനകത്തും വെറ്റ് ആൻഡ് ഡ്രൈ ഏരിയ സെപ്പറേറ്റ് ചെയ്യാവുന്ന രീതിയിൽ തന്നെയാണ് അറേഞ്ച്മെന്റ്സ് എല്ലാം ചെയ്തിരിക്കുന്നത്. ഭംഗിയായിട്ട് തന്നെയാണ് ഷവർ ഓപ്പറേഷനും അതുപോലെ തന്നെയുള്ള സ്വിച്ചസ് കാര്യങ്ങളും പൈപ്പ് ഫിറ്റിംഗ്സ് എല്ലാം തന്നെ ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇന്ന് നിങ്ങൾ മാർബിൾ ഹോംസിലൂടെ പരിചയപ്പെട്ട ഈ ഒരു വീടിന്റെ വിശേഷങ്ങളെല്ലാം കേട്ട് കഴിഞ്ഞു. ഇന്ന് പരിചയപ്പെട്ട ഈ ഒരു വീട് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിൽ ആലുവയ്ക്കടുത്ത് കുഞ്ചാട്ടുകര എന്ന് പറയുന്ന സ്ഥലത്താണ്. കുഞ്ചാട്ടുകര മെയിൻ ബസ് റൂട്ടിൽ നിന്നും ജംഗ്ഷനിൽ നിന്നും നമുക്ക്, അതായത് ഷോപ്പുകളെല്ലാം ഉള്ള ഏരിയയിൽ നിന്നും വെറും 250 മീറ്റർ മാത്രമാണ് ഈ കാണുന്ന വീട്ടിലേക്കുള്ള ദൂരം വരുന്നത്. നല്ലൊരു വില്ല പ്രൊജക്ട് ആണ്. നമുക്ക് ചുറ്റിനും ആളുകൾ ഒരുപാട് പേര് താമസമുണ്ട്. നിങ്ങൾക്ക് ഈ വീട് കൂടാതെ വേറെ വീട് പർച്ചേസ് ചെയ്യണമെങ്കിൽ തൊട്ടടുത്ത് കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ മാർബിൾ ഹോംസിനെ തന്നെ വിളിച്ചാൽ മതി. ഇന്ന് നിങ്ങൾ പരിചയപ്പെട്ട വീടിന്റെ ഡീറ്റെയിൽസ് നോക്കുവാണെങ്കിൽ 3 സെന്റ് 100 ലിങ്സിലാണ് ഈ കാണുന്ന വീട് ചെയ്തിരിക്കുന്നത്. 1570 സ്ക്വയർ ഫീറ്റിൽ ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടുള്ള 3 ബെഡ്റൂമുകളോട് കൂടിയിട്ടാണ് ഈ കാണുന്ന വീട് ചെയ്തിരിക്കുന്നത്. 3.1 സെന്റ് ആണ് ലാൻഡ് അളവ് വരുന്നത്. 1570 സ്ക്വയർ ഫീറ്റ് ആണ് വീടിന് വരുന്നത്. ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടുള്ള 3 ബെഡ്റൂമുകൾ കൂടാതെ യൂട്ടിലിറ്റി സ്പേസ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. ഒരു കാർ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് കിട്ടുന്നുണ്ട്. 2 വീലേഴ്സ് വയ്ക്കാനായിട്ട് വേറെ ധാരാളം സ്പേസ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. നല്ലൊരു ആഴത്തിലുള്ള കിണറാണ് നമുക്ക് ഇവിടെ ഡ്രിങ്കിങ് വാട്ടറിനായിട്ട് ഉള്ളത്. അത് കൂടാതെ നിങ്ങൾക്ക് KWയുടെ കണക്ഷൻ എടുക്കണമെങ്കിൽ തീർച്ചയായിട്ടും അതിനുള്ള ഓപ്ഷൻ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. ഏറ്റവും മെയിൻ ആയിട്ട് എടുത്തു പറയേണ്ടത്, നമുക്ക് എല്ലാവർക്കും ഉള്ള ഏറ്റവും വലിയ ആവശ്യം എന്ന് പറയാൻ മെയിൻ റോഡിലേക്ക് എത്രയും പെട്ടെന്ന് എത്തുക, ഷോപ്പുകളുള്ള സ്ഥലത്തേക്ക് എത്രയും പെട്ടെന്ന് എത്തുക എന്നുള്ളതാണ് എല്ലാവരുടെയും ആവശ്യം. അങ്ങനെയുള്ളവർക്ക് എന്തുകൊണ്ടും സ്യൂട്ടായ വീടാണ്. ഇൻഫോ പാർക്ക്, ആലുവ, മെട്രോ സ്റ്റേഷൻ, റെയിൽവേ സ്റ്റേഷൻ എല്ലായിടത്തേക്കും ഈസി ആക്സസ് ആണ്. വീടിന് ഓണർ ചോദിക്കുന്ന പ്രൈസ് 62 ലക്ഷം രൂപയാണ്. 62 lakhs എന്നുള്ള ഇതിന്റെ പ്രൈസ് മാർബിൾ ഹോംസ് വഴി നിങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നല്ല രീതിയിൽ നെഗോഷിയേറ്റ് ചെയ്ത് ഞങ്ങൾ വാങ്ങിച്ചു തരുന്നതായിരിക്കും. ലോൺ ഫെസിലിറ്റിയിൽ ഈ വീട് സ്വന്തമാക്കണമെങ്കിലും തീർച്ചയായിട്ടും മാർബിൾ ഹോംസ് കൂടെ ഉണ്ടായിരിക്കുന്നതാണ്. വീടുകൾ കാണാൻ വരുമ്പോൾ നേരത്തെ വിളിച്ചു പറയുക. മാർബിൾ ഹോംസിനോടൊപ്പമുള്ള നിങ്ങളുടെ യാത്ര തീർച്ചയായിട്ടും സേഫ് ആയിരിക്കും. എത്രയും പെട്ടെന്ന് തന്നെ വീട് വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവർ സ്ക്രീനിൽ കാണുന്ന നമ്പറുകളിലേക്ക് വിളിക്കുക. ഇതുപോലെ മനോഹരമായ വീടുകളുടെ വിശേഷങ്ങളുമായി മാർബിൾ ഹോംസിലൂടെ ഇനിയും കാണുന്നത് വരേക്കും എല്ലാവർക്കും ബൈ.